ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AJ വ്ളോഗ്സ്. നമുക്കിന്നിവിടെ മീനച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ട ചേരുവകളൊക്കെ ഞാനിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉണക്ക നെത്തലാണ് കേട്ടോ. സാധാരണ എല്ലാവരും നല്ല കഷ്ണം മീനൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ടാണ് അച്ചാറിടുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് അച്ചാറിട്ട് നോക്കാമെന്ന്. അതിനായിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകി വാരി എടുക്കുന്നുണ്ട് കേട്ടോ. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനകത്ത് അധികം ഉപ്പൊന്നും ഇല്ലാത്ത കാരണം കേട്ടോ. എന്നിട്ടത് കഴുകി വാരി എടുത്തിട്ട് ഞാനിതിനെ മഞ്ഞൾപ്പൊടി മാത്രം തിരുമ്മി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഉപ്പും ഇടുന്നില്ല, മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. ഉപ്പിൻ്റെ ആവശ്യമില്ല, ഉണക്കമീനാണല്ലോ. പിന്നെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു ചീനച്ചട്ടിയിൽ ഇവിടെ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് ആ മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഇത് ചെറിയ പൊടിമീനായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട കുത്തി ഒട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലോണം മൊരിഞ്ഞു വരണം കേട്ടോ. അങ്ങനെ വറുത്തെടുത്തിട്ട് ഇതിനെ കോരിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ഇത് മീൻ കണ്ടോ, വറുത്തിട്ട് ഈ ഒരു പരുവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ എണ്ണ തന്നെ, ഇത് വറുത്ത് കോരിയ എണ്ണ തന്നെയാണ് ഞാൻ ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലയും കുനുകുനാരിഞ്ഞ മുളകും ഇഞ്ചി നീളത്തിലരിഞ്ഞതും അതേപോലെ വെളുത്തുള്ളി കീറിയെടുത്തതും ഉണ്ട്. ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഇതെന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇതിന് ഈ നമ്മുടെ അച്ചാറിനൊരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ ചീനച്ചട്ടിയുടെ അടിയിൽ പിടിക്കാതെയും കിട്ടും. ഈ ആദ്യം ഈ കറിവേപ്പില ഇടുവാണെങ്കിൽ. എന്നിട്ട് ഞാൻ കുറച്ച് മുളകാണ് ഇടുന്നത്. അതിന് പുറകെ കുറച്ച് വെളുത്തുള്ളി. അങ്ങനെ ലാസ്റ്റായിട്ടാണ് ഞാൻ സാധാരണ എന്ത് വഴറ്റുവാണെങ്കിലും ഇഞ്ചി ഇടാറ്. വേറൊന്നും കൊണ്ടല്ല ഫ്രണ്ട്സ്, അത് നമ്മൾ ഇഞ്ചി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാലേ അത് പെട്ടെന്ന് അതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ ഞാൻ ഇഞ്ചി ഏറ്റവും അവസാനമായിട്ട് ഇടാറ്. ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം വഴന്ന് വെന്ന് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇഞ്ചി ഇടാറുള്ളൂ. മാത്രമല്ല ഇഞ്ചി ആ ഒരു ചെറിയൊരു പച്ച കടിക്കാനും ഒരു വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇഞ്ചി അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് എന്തായാലും ചെയ്യാറേ. എന്തായാലും നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്കതിനകത്തോട്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ നീളത്തിലാട്ടോ ഇഞ്ചി അരിയാറ്. ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇത്രയും പരാജയമാവാനുള്ള കാര്യം, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് വഴറ്റുന്നത്, ഞാൻ തന്നെയാണ് ഈ സാധനങ്ങൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. എന്നിട്ട് നമുക്കിതാ ഈ പരുവത്തിൽ ഇങ്ങനെ ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതെന്താ പറയുക, മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിന്നെ വഴറ്റിയെടുത്ത് മീൻസ് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ആറുന്ന പോലത്തെ ആ ഒരു പരുവമായാൽ മതി. അല്ലാതെ മൊരിഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ അച്ചാർ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കേട്ടോ എടുക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇത് കണ്ട് ഈ ഒരു പരുവത്തിൽ ആയാൽ മതി ഫ്രണ്ട്സ്. നമുക്ക് ഒത്തിരി അങ്ങ് വഴന്ന് വരുമൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഈ മസാലയൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന മസാല എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിലൊന്നും വെച്ചേക്കല്ലേ. ആദ്യം തന്നെ ഈ മസാല ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് മാത്രം നമുക്ക് ഈ മസാല ഇടാം കേട്ടോ. ഈ മസാല ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. കാര്യം എന്ന് വെച്ചാൽ കരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായിട്ട് ചൂടാക്കിയത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ആക്കി ഈ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരണം. എന്ന് വെച്ചാൽ കരിഞ്ഞു പോവല്ല, ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. എന്നാലാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും കൂടെ കിട്ടത്തുള്ളേ. അങ്ങനെയാക്കി അങ്ങനെ നന്നായിട്ട് കരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് കോരി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ, അതങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല ഫ്രണ്ട്സ്. മീനച്ചാർ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും വലിയ പണിയൊന്നുമില്ല. പിന്നെ ഈ വറുത്ത് കോരിയൊക്കെ എടുക്കണം, ബാക്കിയുള്ള അച്ചാറിനേക്കാളും കുറച്ചുകൂടെ പണി, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അങ്ങനെ നന്നായിട്ട് ഇതാക്കി എല്ലാം കൂടെ മിക്സായിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഒത്തിരി നേരം ഇത് പിന്നെ ഇട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ വറുത്ത് വെച്ച മീനാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ കറിവേപ്പില ഇടുന്നതിന് മുന്നേ
ഇത് വറവിടുന്നതാണ്. നമ്മുടെ ഉലുവയും കടുകും കൂടെ വറവിടുന്നതായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. അപ്പം നമുക്കൊരു പണിയാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ അത് ഫ്ലെയിം ഓഫാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഉലുവയും കടുകും കൂടെ വറുത്ത് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഞാൻ മറന്നു പോയത് കൊണ്ടാണ്. ഇനി നമുക്ക് ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇടാം. മീനച്ചാറും മീൻസ് എല്ലാ അച്ചാറിനും തന്നെ ഉലുവയുടെ ആ ചുവയൊന്ന് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിരിക്കും. അതുകൊണ്ട് ഞാനൊരു സ്പൂണ് ഉലുവയുടെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്തിട്ട് മിക്സാക്കി വെക്കാം. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓൾറെഡി ഓഫാണ് ഫ്രണ്ട്സ്. അന്നേരം നമ്മുടെ അച്ചാറൊന്ന് ഏകദേശം ആറി വന്നിട്ടുണ്ട്. നല്ലോണം ചൂടാറണമെന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനച്ചാറിൻ്റെ ചാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയാണ്. നമ്മളല്ലാതെ കുഴങ്ങനെയാണ് ഇരിക്കുക. നമ്മളിപ്പോൾ ഈ വിനാഗിരി ഒഴിക്കുമ്പം കുറച്ചുകൂടെ ചാറ് പോലെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കാൻ നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടെ വറ്റും. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അന്നേരം തന്നെ നോക്കിയിട്ട് കാര്യമില്ല ഫ്രണ്ട്സ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കണം. കാര്യം എന്താ വെച്ചാൽ ആ വിനാഗിരിയുടെ പുളിയൊക്കെ കൂടെ ആ മീനിലോട്ട് പിടിക്കും. മീനത്ത് ഉപ്പ് ഇറങ്ങിയിട്ട് അച്ചാറിലേക്ക് വരികയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഉപ്പിൻ്റെ ആവശ്യമോ പുളിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ഈ അച്ചാറിടാൻ എടുക്കുന്ന ആ മീനിൻ്റെ ഉപ്പിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യത്തിനാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.